ഈ ദിവസം അതിരാവിലെ നമ്മളെ തേടിയെത്തിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയതിനു ശേഷം നമുക്ക് കുട്ടനാട്ടിലേക്ക് പോകാം. കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടനം. പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ സ്ഫോടനത്തിൽ വീട് തകർന്നു. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് സംശയിക്കുന്നത്. ശരീരാവശിഷ്ടം ചിന്നിച്ചിതറി കിടക്കുന്നുവെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. സുമേഷ് മൊറാഴ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നമുക്കിപ്പം സുമേഷ്, ഇതെപ്പോഴാണ് ഈ സംഭവം? എന്താണ് നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരം? കണ്ണപുരം കീഴറയിലെ ഒരു വാടക വീട്ടിലായിരുന്നു ഇത്തരം ഒരു വൻ സ്ഫോടനം നടന്നത്. ഇന്നലെ രാത്രി 2 മണിയോടെയായിരുന്നു സംഭവം. ഈ ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഈ ശരീരം അവശിഷ്ടങ്ങൾ വീടിന് പുറത്തും അതിന് വീടിനകത്തുമായി ഇപ്പൊ ചിതറിക്കിടക്കുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കും. ഈ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. സമീപത്തെ വീടുകളിലും ഇതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 പേരാണ് ഇവിടെ താമസിച്ചിരുന്നതെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇവര് 1 വർഷത്തോളമായി ഈ വാടക വീട്ടിൽ താമസിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള വീട് തന്നെയാണ്. ഏകദേശം 1 വർഷത്തോളമായി വാടകയാണ് ഇവർ താമസിച്ചിരുന്നത്. പയ്യന്നൂർ സ്വദേശികളാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം സൂചന ഇപ്പം പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഈ രാത്രി ബൈക്കുകളിൽ രാത്രി വീടുകളിൽ എത്താറുണ്ടെന്നുള്ള കാര്യം എന്ന് സമീപവാസികൾ പറയുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഉച്ചക്കും ഈ കുറച്ച് പേർ ഈ വീട് കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇന്നലെ രാത്രി 2 മണിയോടെയായിരുന്നു ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ സമീപവാസികൾ ഈ ഉഗ്ര ശബ്ദത്തോടെ പൊട്ടുന്നത് കേട്ടാണ്, ഈ ശബ്ദം കേട്ടാണ് ഈ നാട്ടുകാർ അവിടെ എത്തുന്നത്. അപ്പോഴാണ് ഈ വീട് പൂർണ്ണമായും തകർന്ന നിലയിൽ കാണുന്നത്. ഏതായാലും ഇപ്പൊ അവിടെ പോലീസും ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പിന്നെ ഏതായാലും നാടൻ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഏതായാലും ഈ 2 മണിയോടെ ഉണ്ടായ സംഭവത്തിൽ നാട്ടുകാർ ഒരു നടുക്കം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായും സുമേഷ്, നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. സുമേഷ്, ഈ പയ്യന്നൂർ സ്വദേശികളാണ് എന്ന ഒരു സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പോലീസിന്. അതിനപ്പുറം അയൽവാസികൾക്ക് പോലും ധാരണയില്ലേ ആ വീട്ടിൽ ആരായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച്? അതാണ് പറഞ്ഞത്. അതായത് 1 വർഷത്തോളമായി അവിടെ താമസിച്ചു വരുന്ന ആളുകളാണ്. ഇവരെ ഈ സാധാരണ പകൽ സമയങ്ങളിൽ ഇവർ അവിടെ ഉണ്ടാകാറില്ല എന്നും നാട്ടുകാർ പറയുന്നു. ചില സമയങ്ങളിലൊക്കെ വന്ന് പോകാറുണ്ട് എന്നല്ലാതെ എല്ലാ സമയത്തും ആ വീട്ടിൽ ആളുണ്ടാകാറില്ല. ചില സമയങ്ങളിൽ വരും. പിന്നെ രാത്രി വരുമ്പോഴൊക്കെ ലൈറ്റ് ഓഫ് ചെയ്യും എന്നുള്ള ഒന്നും നാട്ടുകാർ ഇപ്പോൾ പറയുന്നു. അതായത് ബൈക്കുകളിൽ വരുന്ന സമയത്ത് വീടെത്തുന്നതിന് മുന്നേ ലൈറ്റ് ഓഫ് ചെയ്ത് ഈ വീട്ടിലേക്ക് കയറി പോകുന്നതായി ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പോലീസും ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ ഇതിലൊരു അസ്വാഭാവികത നാട്ടുകാരുടെ ഇവരെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഇത്തരം ഒരു സംഭവം, അതായത് ബോംബ് നിർമ്മാണം ഉൾപ്പെടെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽ വരുന്നത്. ഈ സമീപത്തുള്ള വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ സുമേഷ്? തീർച്ചയായും ഈ സമീപത്തുള്ള വീടുകൾ ഇപ്പം ജനച്ചില്ല ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. 1-2 വീടുകൾ തൊട്ടടുത്തുള്ള 1-2 വീടുകളിൽ സ്വാഭാവികമായും ഇതിന്റെ ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിയതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിന്റെ ഗ്ലാസ് ചില്ലുകളൊക്കെ തകർന്ന നിലയിലാണ്. സമീപവാസികൾ മറ്റൊന്നായിരിക്കും. ശരി സുമേഷ്, ഒരു നിമിഷം. ഇപ്പോൾ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി രതി, നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് പ്രാഥമികമായി ലഭിക്കുന്നുണ്ട് ആ പ്രദേശത്ത് നിന്ന്? പ്രാഥമികമായ വിവരം ഞാൻ നാട്ടിലുള്ള കർണാടകത്തിലാണ് ഉള്ളത്. അപ്പോ ഫോൺ വഴി ഉള്ള വിവരങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞു. ഗോവിന്ദ മാഷുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. സമീപത്തുള്ള വീടുകൾക്ക് ജനൽ ചില്ലുകളടക്കം പൊട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. ഗോവിന്ദൻ മാഷിന്റെ ഉടമസ്ഥതയിലുള്ള വീടെന്ന് പറയുമ്പോൾ മാഷ് ഉദ്ദേശിച്ചത് MV ഗോവിന്ദനെ തന്നെയാണോ? അയ്യോ അല്ല, പൊതുവെ നമ്മൾ ഗോവിന്ദ മാഷ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നാം. അതുകൊണ്ട് എടുത്തു ചോദിച്ചതാണ്. അല്ല. ഒരു അധ്യാപകന്റെ വീടാണോ? ഒരു അധ്യാപകന്റെ വീട്. അവരുടെ പേര് ഗോവിന്ദൻ ആയി എന്നുള്ളത് കൊണ്ടോ അത് മാഷ് ആയി എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ. ശരി. ഈ സമീപത്ത് തന്നെയാണോ ഈ ഉടമസ്ഥനും താമസിക്കുന്നത്? അല്ല. അവര് കുറച്ച് ദൂരെയാണ്, സമീപത്തല്ല. ശ്രീമതി രതി സംസാരിച്ചിരുന്നോ ഈ ഉടമസ്ഥനുമായി? ആരായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചോ?
ഇല്ലില്ല, ഉടമസ്ഥനായിട്ട് സംസാരിച്ചിട്ടില്ല. അവര് പിന്നെ അറിയാൻ വേണ്ടി പറ്റിയത് വാടകയ്ക്ക് കൊടുത്തു, അനൂപ് എന്ന് പറയുന്ന ഒരു ആൾക്കാണ് വാടകയ്ക്ക് കൊടുത്തു എന്നാണ് എനിക്ക് ഫോൺ വഴി അറിയാൻ വേണ്ടി പറ്റിയത്. പിന്നെ നാട്ടിലില്ലാതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കാണാനോ അറിയുവാനോ പറ്റിയിട്ടില്ല. കർണാടകത്തിലാണ് ഉള്ളത് ഞാൻ. ആ ശരി. ഈ സമീപത്ത് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ ഈ സംഭവം നടന്നതിന് ശേഷം? സംസാരിച്ചിരുന്നു. അവരെന്താണ് പറയുന്നത്? വീടിന് കേട് പറ്റി എന്നുള്ള കാര്യവും രാത്രി ഉഗ്ര സ്ഫോടനം കേട്ടു. അപ്പോ തൊട്ടടുത്തുള്ള ആൾക്കാരെയല്ല വിളിച്ചത്, കുറച്ച് ദൂരമുള്ള ആൾക്കാരെയാണ് വിളിച്ചത്. അപ്പൊ ഒച്ച കേട്ടു, പെട്ടെന്ന് മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. ശ്രീമതി രതി, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ സമീപവാസികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പകൽ സമയങ്ങളിൽ ആ വീട്ടിൽ ആളുണ്ടാകാറില്ല, രാത്രിയിൽ മാത്രമേ ആളുണ്ടാകാറുള്ളൂ. രണ്ടുപേരൊക്കെ ബൈക്കിൽ വന്നു പോകുന്നു എന്നതിനപ്പുറം സമീപവാസികൾക്കൊന്നും യാതൊരു വിവരവുമില്ല ആരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ കൂടുതലായി എന്തെങ്കിലും വിവരം ആർക്കെങ്കിലും അറിയാമോ? ഈ തൊട്ട് അയൽ പ്രദേശത്ത് താമസിക്കുന്ന, അയൽവക്കത്ത് താമസിക്കുന്ന ആർക്കെങ്കിലും? ഇല്ല, തൊട്ട് അയൽവക്കത്തുള്ള ആൾക്കാർക്ക് പോലും അറിയുന്നില്ല. കാരണം അപ്പോൾ ഒരു ദുരൂഹത അവര് സംശയിച്ചിരുന്നോ നേരത്തെ? ഇല്ല, ദുരൂഹതയൊന്നും സംശയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂചന തരൂല. അങ്ങനെ ഒരു ദുരൂഹത സംശയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കും. കാരണം സമീപവാസികളെല്ലാം എന്താ പറയണ്ടത്, സ്വന്തം കുടുംബക്കാർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അറിയിക്കും അവര്. ഈ എത്ര പേർ മരിച്ചു എന്നോ അല്ലെങ്കിൽ എത്ര പേർക്ക് അപകടത്തിൽ പരിക്ക് സംഭവിച്ചു എന്നതിനെ കുറിച്ചൊരു ധാരണയുണ്ടോ? ഇല്ല, ധാരണയില്ല. കാരണം അങ്ങോട്ട് കയറാനോ ഒന്നും പറ്റുന്നില്ല എന്നാണ് പറയാൻ വേണ്ടി പറ്റിയത്. ഇപ്പം ഡോഗ് സ്ക്വാഡ് അടക്കം അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റി. ശരി, വളരെ നന്ദി ശ്രീമതി രതി. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന ചില വിവരങ്ങൾ, അറിവുകൾ മാത്രമേ പഞ്ചായത്ത് പ്രസിഡന്റിനും നമ്മളോട് പങ്കുവയ്ക്കുവാനുള്ളൂ. സുമേഷ് മൊറാഴയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും കണ്ണൂർ കണ്ണപുരത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലാണ് ഈ സ്ഫോടനം പുലർച്ചെ 2 മണിയോടെ ഉണ്ടായത്. ഈ ബൈക്കിൽ 2 പേർ വന്നു പോകാറുണ്ടായിരുന്നു ആ വീട്ടിൽ എന്നതിനപ്പുറം ആ വീട്ടിൽ ആരാണ് താമസിച്ചിരുന്നത്, എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് തൊട്ട അയൽവാസികൾക്ക് പോലും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. 1 വർഷത്തോളമായി ഇപ്പോൾ ആ വാടക വീട്ടിൽ താമസിച്ചിരുന്ന 2 പേർ എന്നുള്ള ഒരു സംശയം മാത്രമാണ് പ്രദേശവാസികൾക്കുള്ളത്. പക്ഷേ അത് ആരൊക്കെയാണ്, 2 പേർ മാത്രമായിരുന്നോ, ആരാണ് ആ വീട് വാടകയ്ക്ക് എടുത്തത് എന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വിവരവുമില്ല. പയ്യന്നൂർ സ്വദേശികളാണ് എന്നുള്ളൊരു പ്രാഥമിക വിവരം ഇപ്പോൾ സുമേഷ് മൊറാഴ നമ്മളോട് സംസാരിച്ചപ്പോൾ പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും അവിടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് സംശയിക്കുന്നത്. ശരീരാവശിഷ്ടം ചിന്നി ചിതറി കിടക്കുന്നതായാണ് നാട്ടുകാർ നമ്മളോട് പങ്കുവെച്ച വിവരം.